എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 56 രണ്ട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, അത് നമ്മൾ വരച്ചു നിർത്തി. ഇനി ഈ പല കുട്ടികളുടെയും ധാരണ നമ്മുടെ ഈ ചാപ്റ്റർ വെറും ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ മാത്രമുള്ളൂ എന്നാണ്. പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അതിൻ്റെ ഇടയിലൂടെ പഠിക്കുന്നുണ്ട് അല്ലേ. ഒരു ത്രികോണത്തിന്റെ 3 സൈഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ത്രികോണം വരയ്ക്കുക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു 10 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, ഒരു 5 സെന്റിമീറ്റർ ഈ അളവിലുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കുക? നമുക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ. അതായത് നമ്മൾ ആദ്യം 10 സെന്റിമീറ്റർ കൃത്യമായിട്ട് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 10 സെന്റിമീറ്ററിൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, ഇനി എന്ത് വേണം? 7 സെന്റിമീറ്റർ കോമ്പസിൽ 7 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് കുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കും അല്ലേ. ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കും. അതിനുശേഷം 5 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കും അല്ലേ. ഇനി നമ്മൾ ഈ പോയിന്റുകൾ തമ്മിൽ കൂടി കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രികോണം കിട്ടി അല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതായത് 3 സൈഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ത്രികോണം എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? 2 വശവും അതിന്റെ ഇടയിലുള്ള ഒരു കോണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ. അതായത് ഇപ്പോൾ 12 സെന്റിമീറ്റർ, ഒരു വശത്തിന്റെ നീളം 12 സെന്റിമീറ്റർ, അതിന്റെ ഒരു ആംഗിൾ ഇപ്പോൾ ഒരു 40 ഡിഗ്രി, അടുത്ത വശം ഇപ്പോൾ നമുക്കൊരു 8 സെന്റിമീറ്റർ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ ത്രികോണം വരയ്ക്കാം? 2 സൈഡും അതിനിടയിലുള്ള കോണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 12 സെന്റിമീറ്റർ അല്ലേ. 12 സെന്റിമീറ്റർ നമ്മൾ ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായിട്ട് ലൈൻ വരച്ചു. അതിനുശേഷം നോക്കിയാൽ ആംഗിൾ 40 അല്ലേ, അടുത്ത ഒരു ആംഗിൾ 40 ഡിഗ്രിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ വെച്ചിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ 40 ഡിഗ്രി എടുത്തിട്ട് 40 ഡിഗ്രി ഇവിടെ നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യും അല്ലേ, പോയിന്റ് മാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ 40 ഡിഗ്രിയിൽ ഇങ്ങനെ ഇതിട്ട് വെക്കും അല്ലേ. ഇനി എന്തായിരിക്കും? ഇതിന്റെ ഈ നീളം 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ നാം എന്ത് ചെയ്യാം? ഒന്നുകിൽ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് 8 സെന്റിമീറ്റർ കൃത്യമായിട്ട് മെഷർ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ കോമ്പസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക 8 സെന്റിമീറ്റർ. അതിനുശേഷം ഈ 2 പോയിന്റുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രികോണം കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ 40 ഡിഗ്രി, ഇത് ആണെങ്കിൽ 8 സെന്റിമീറ്റർ. അപ്പൊ ഇതും നമുക്കറിയാം. പിന്നെ നമ്മൾ 3 കോണുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, 3 കോണുകൾ അല്ലെങ്കിൽ 2 കോണുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 60 ഡിഗ്രി, ഒരു കോൺ ഒരു 60 ഡിഗ്രി, അടുത്ത കോൺ ഒരു 50 ഡിഗ്രി, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാം അല്ലേ. അപ്പൊ അത് പല അളവുകളിൽ നമുക്ക് വരയ്ക്കാം അല്ലേ. ലെങ്ത് പല ലെങ്ത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു 6 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ 6 സെന്റിമീറ്റർ എടുത്തു, ഇനി 60 ഡിഗ്രി. അപ്പൊ ഇവിടെ നിന്ന് 60 ഡിഗ്രി മെഷർ ചെയ്തിട്ടല്ലേ, ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ടിട്ട് ഇത് കൂട്ടി യോജിപ്പിച്ചു, 60 ഡിഗ്രിയിൽ ഇത് കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ 60 ഡിഗ്രി, ഇത് എത്രയാണ്? 50. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് 50 ഡിഗ്രി മെഷർ ചെയ്തിട്ടല്ലേ, ഈ പോയിന്റ് എവിടെ വെച്ചാൽ അത് പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം അത് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിക്കും. അപ്പൊ ഇത് 50 അല്ലേ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഇനി നമുക്ക് 2 വശം തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള അവയ്ക്കിടയിലുള്ള കോണാണ് അല്ലെ. ഇനി അവയ്ക്കിടയിലുള്ള കോണല്ല, ഈ കോണാണ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ വശവും ഈ വശവും തന്നിട്ടുണ്ട്, ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ത്രികോണം വരയ്ക്കും? ഉദാഹരണത്തിന് ഈ വശത്തിന്റെ നീളം ഒരു 6 സെന്റിമീറ്റർ. അങ്ങനെയാണ് നമുക്കറിയാം, സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 6 സെന്റിമീറ്റർ വരയ്ക്കാൻ അറിയാം അല്ലേ. ഈ നീളം 6 സെന്റിമീറ്റർ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഈ ആംഗിൾ ആണ്. അങ്ങനെയാണ് നാം എന്ത് ചെയ്യും? ഈ ആംഗിൾ ഒരു 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് 30 ഡിഗ്രി മെഷർ ചെയ്യും അല്ലേ. ഇത് പോയിന്റ് ഇട്ടിട്ട് എന്ത് ചെയ്യും? നമുക്കറിയാം, നമ്മൾ 30 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇത് 30 ഡിഗ്രി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഈ നീളമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആ നീളം ഒരു 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അതായത് 3ാമത്തെ വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ. അപ്പൊ നാം എന്ത് ചെയ്യണം? കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നാം ഇതിനെ കട്ട് ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നാം ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പോവുക. ഇതായിരിക്കും നമ്മൾ ആർക്ക് വരാം. അങ്ങനെയാണെങ്കിൽ 2 ഭാഗത്ത് കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ലൈനിനെ 2 ഭാഗത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ത്രികോണങ്ങൾ വരും അല്ലെ. ഒരു ത്രികോണം നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇതും ഈ 6, 4, 30 ഈ അളവിലുള്ള ഒരു ത്രികോണം കിട്ടും. അതല്ല നമ്മൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചാലോ, അപ്പോഴും നമുക്ക് ഇത് 4 സെന്റിമീറ്റർ തന്നെ അല്ലെ, ഇതും 4 സെന്റിമീറ്റർ തന്നെ. അപ്പോഴും 6, 30, 4 ഈ അളവിലുള്ള ത്രികോണം കിട്ടും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടാം. അത് ഈ നീളത്തിനനുസരിച്ചായിരിക്കും അല്ലെ. നീളം കൂടുന്നതനുസരിച്ച് നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടും. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ഈ നീളം ഇപ്പൊ ഒരു 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? നാം ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ 6 സെന്റിമീറ്ററിലെ ലൈൻ വരച്ചു. ഓക്കെ, 30 ഡിഗ്രിയിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. അപ്പൊ ഇത് 30 ഡിഗ്രി. ഇനി ഇത് നമ്മൾ 4ന് പകരം 3 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ 3 കുത്തി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആർക്ക് പോവാം. നമ്മൾ വരയ്ക്കുന്ന ആർക്ക് ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക്
കറക്റ്റ് ഒരു പോയിന്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ മാത്രമേ വരയ്ക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? 3 സെന്റിമീറ്റർ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് തരുന്ന അളവനുസരിച്ചായിരിക്കും അത്. ഇനി ഈ അളവ് നമുക്ക് 3-ന് പകരം കുറച്ചുകൂടി കുറഞ്ഞ് 2 സെന്റിമീറ്റർ ആയാലും എന്ത് സംഭവിക്കും? 2 സെന്റിമീറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 6 സെന്റിമീറ്റർ നമ്മൾ ലൈൻ വരച്ചു. 30 ഡിഗ്രിയിൽ നമ്മളിത് ഈ ആംഗിൾ 30 ഡിഗ്രിയിൽ എടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് 2 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 2 സെന്റിമീറ്റർ എടുക്കാൻ ഒരു പക്ഷേ നമ്മുടെ എന്തായിരിക്കും, ഇവിടെ മുട്ടില്ല. അത് എത്ര ഉണ്ടായിരിക്കുള്ളൂ? 2 സെന്റിമീറ്റർ നീളം അല്ലേ? അപ്പൊ നമ്മുടെ സർക്കിളിന്റെ ആർക്ക് ഇങ്ങനെ ആയിരിക്കും പോവാ. അതായത് നമുക്ക് ഈ അളവിൽ ഒരു ത്രികോണം വരയ്ക്കാൻ നമുക്ക് പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് പേജ് നമ്പർ 60 കുറച്ച് ചിത്രങ്ങളുണ്ട്, അത് വേഗം ഒന്ന് വരച്ചു നോക്കാം. അതിനിടയിൽ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ 7ാം ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്ററുകളും നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ 7ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററും നമുക്ക് കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർ അത് കാണുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ഇടാം, അതിന് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഈ 4 ചിത്രങ്ങളാണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇത്ര വലിയ ചിത്രം വേണ്ട, വളരെ ചെറുതും ആവണ്ട അല്ലേ? അപ്പോൾ നമുക്കൊരു മീഡിയം ലെവലിലുള്ള ചിത്രം വരയ്ക്കാം. അപ്പോൾ നമുക്കൊരു 8 സെന്റിമീറ്റർ എടുക്കാം. ഒരു 10-ന് താഴെയുള്ള, അപ്പോൾ നമുക്കൊരു 8 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്കൊരു 8 സെന്റിമീറ്ററിൽ ആദ്യം എന്ത് ചെയ്യാം, ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ഞാനത് 8 സെന്റിമീറ്ററിൽ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ 8 സെന്റിമീറ്ററിൽ ആദ്യത്തെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് അല്ലേ 8 സെന്റിമീറ്റർ മെഷർ എടുത്തിട്ട് കോമ്പസ് കൊണ്ട് 2 ആർക്ക് വരയ്ക്കാം അല്ലേ? ഇവിടെ നമ്മൾ ആർക്ക് വരച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമഭുജ ത്രികോണം വരയ്ക്കാം. അപ്പോൾ ഞാൻ കോമ്പസ് എടുത്ത് കൃത്യമായിട്ട് ആ ലെങ്ത് മെഷർ ചെയ്തു അല്ലേ? കറക്റ്റാണ് ലെങ്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുന്നു. വരച്ചു അല്ലേ? ഇപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ 2 ആർക്കുകൾ എന്ത് ചെയ്യും, ഇവിടെ കൂട്ടിമുട്ടി. ഇനി നമുക്കിത് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സമഭുജ ത്രികോണം ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഇതൊക്കെയല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക, കാരണം നമുക്ക് കുറച്ച് ഭാഗങ്ങൾ മായ്ച്ച് കളയേണ്ടി വരും. അപ്പോൾ സ്കെച്ച് ഉപയോഗിച്ച് ആദ്യം വരയ്ക്കേണ്ട, പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 വശങ്ങളുടെയും മിഡ് പോയിന്റ് അല്ലെ? മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 സെന്റിമീറ്ററാണ് എടുത്തത്. അതുകൊണ്ട് 4 സെന്റിമീറ്റർ വെച്ചിട്ട് 3 സൈഡിന്റെയും 4 സെന്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, കറക്റ്റ് 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. അതേപോലെ ഈ 2 സൈഡ് അതേപോലെ ചെയ്യാം. ഇപ്പൊ നമ്മൾ നോക്കിയാൽ 3 പോയിന്റ് ഇട്ടു, കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റിൽ നിന്ന് ഇതിന്റെ ഓപ്പോസിറ്റുള്ള മൂല ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. അതേപോലെ ഇതിൽ നിന്ന് ഇതിലേക്കും വരയ്ക്കുക. അതുപോലെ ഇതിൽ നിന്നും ഈ ഓപ്പോസിറ്റ് മൂലയിലേക്ക്, കണ്ടില്ലേ? ഇങ്ങനെ 3 ഡയഗണൽ വരയ്ക്കുക. അപ്പൊ ഞാൻ ആദ്യത്തെ ഡയഗണൽ വരച്ചു അല്ലേ? ഇതിന്റെ ആ പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് മൂലയിലേക്ക് വരച്ചു. അതുപോലെ ഈ 2 എണ്ണം കൂടി വരയ്ക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ 2 പോയിന്റുകൾ ഉണ്ടല്ലോ, ഇതിന്റെയും ഈ 2 പോയിന്റുകളും ഇവ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. അതേപോലെ ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ ഞാൻ ഒരെണ്ണം കൂട്ടി യോജിപ്പിച്ചു. അതേ രൂപത്തിൽ അടുത്തതും കൂട്ടി യോജിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു പീസ് ഉണ്ട് അല്ലേ, ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടെത്താം. ഇവിടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് നമുക്കറിയാം, ഇത് 4 സെന്റിമീറ്റർ ആണ് അല്ലേ? നമ്മൾ മൊത്തം 8 ആയിരുന്നു. അപ്പൊ ഇത് 4 സെന്റിമീറ്റർ. അപ്പൊ 4 സെന്റിമീറ്റർ ആണ്, 2 സെന്റിമീറ്റർ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യാം. അതേപോലെ ഇതിന്റെയും 2 സെന്റിമീറ്റർ പകുതി എടുത്ത് പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പൊ ഇത് 2 സെന്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തു. അതേപോലെ ഇവിടെയും ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കാം. മനസ്സിലായി? ഇങ്ങനെ വരയ്ക്കുക. അതേപോലെ ഈ പോയിന്റിൽ നിന്ന് ഇതുമായിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. അപ്പൊ പെൻസിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, കാരണം നമുക്ക് കുറച്ച് ഭാഗങ്ങൾ മായ്ച്ച് കളയേണ്ടി വരും. മനസ്സിലായല്ലോ? ഇതും യോജിപ്പിക്കുക, ഇതും യോജിപ്പിക്കുക. ഞാൻ ഇത് യോജിപ്പിച്ചു. അതിനുശേഷം ഇവ തമ്മിലും യോജിപ്പിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഫിഗർ കിട്ടി അല്ലേ? പെട്ടെന്ന് മനസ്സിലാവുണ്ടാവില്ല അല്ലേ? അപ്പൊ നമുക്ക് ഇനി സ്കെച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫിഗറിലുള്ള പോലെ ആവശ്യമായ ഭാഗങ്ങൾ ഒന്ന് കടുപ്പിച്ച് വരച്ചു വയ്ക്കുക. നമുക്ക് ഇത്രയും ഭാഗം കടുപ്പിക്കണം അല്ലേ? ഇത്രയും ഭാഗം നമുക്ക് കടുപ്പിക്കണം. ഇനി നമുക്ക് എന്ത് വേണം, ഇതിനുള്ളിലുള്ള ഇത്രയും ഭാഗങ്ങൾ അല്ലേ, അത് നമുക്ക് സ്കെച്ച് ഉപയോഗിച്ചൊന്ന് വരയ്ക്കാം. ഇനി നമുക്ക് എന്ത് വേണം, ഈ 2 ലൈനുകൾ അല്ലേ, അതും ഇതേപോലെ വരയ്ക്കാം. നമുക്ക് ഇതേ രൂപത്തിലുള്ള ഫിഗർ കിട്ടിയല്ലേ? ഇനി നാം എന്ത് ചെയ്യണം, ഇതേ രൂപത്തിൽ തന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കളർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മനോഹരമായ ഒരു ചിത്രം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഇനി നമുക്ക് ഈ ചിത്രമാണ് വരയ്ക്കാനുള്ളത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെയും ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ തന്നെയാണ്.
പക്ഷെ ഇവിടെ നോക്കിയാൽ ഈ ലൈന് നമുക്ക് 4 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കണം. മനസ്സിലായില്ലേ? 1, 2, 3, 4. അതുകൊണ്ട് നമ്മൾ അതിന് പറ്റിയൊരു അളവ് എടുക്കുക. ഇപ്പോൾ ഒരു 8 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് 2, 2, 2, 2 എന്ന് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അതേ രൂപത്തിലൊരു അളവെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കാം. അപ്പോൾ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ പോകണം 8 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 0 8 സെന്റിമീറ്ററിൽ ഞാൻ ആദ്യത്തെ ലൈൻ വരച്ചു. നമുക്കറിയാലോ ഈക്വലേറ്റർ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാമെന്ന്. 8 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക, ഇവിടെ ആർക്ക് വരയ്ക്കുക അല്ലേ? എന്നിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് എന്ത് ചെയ്യണം? നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമഭുജ ത്രികോണം അല്ലെ, ഈക്വലേറ്റർ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ യോജിപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടി. ഇനി നാം എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 തുല്യ ഭാഗങ്ങളാക്കണം അല്ലേ? അപ്പോൾ ഓരോ വശത്തെയും 4 തുല്യ ഭാഗങ്ങളാക്കണം. അതിനെന്ത് വേണം? നമ്മൾ 8 സെന്റിമീറ്റർ ആണ് എടുത്തത്. അതുകൊണ്ട് 2 സെന്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ 3 വശങ്ങളെയും 2 സെന്റിമീറ്റർ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ ആദ്യത്തെ വശത്തിന് ഇതേ 2 സെന്റിമീറ്റർ വെച്ചെടുത്തിട്ട് മാർക്ക് ചെയ്തു അല്ലേ? അതേപോലെ 3 വശത്തെ പോലെ ചെയ്യാം. ഇനി നാം എന്ത് വേണം? നമ്മുടെ ഈ സൈഡ് അല്ലേ, ഈ സൈഡിന് മിഡ് പോയിന്റ് ഇതാണ് അല്ലേ? ഇവിടെ 2 പോയിന്റുകൾ കൊണ്ട് ഈ മിഡ് പോയിന്റിൽ നിന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് ഈ കോർണർ അല്ലേ, ഇതിലേക്ക് ഇവ തമ്മിലൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഓക്കെ, അവ തമ്മിൽ യോജിപ്പിച്ചു. അപ്പൊ ഇപ്പൊ തമ്മിൽ യോജിപ്പിച്ചല്ലേ? ഇനി നോക്കി, ഇവിടെ ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ഇതിന് പാരലായിട്ട് ഈ പോയിന്റ് ഇങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പൊ ഏത് പോയിന്റ് വരും? ഇവിടെ ഈ നടുവിലെ പോയിന്റിലേക്ക് ആയിരിക്കും വരാം അല്ലെ? അപ്പൊ ഇവിടെ ഒരേ പോയിന്റ് ഫ്രീ ആയിട്ട് കിടക്കണ്ടോ, അതവിടെ കിടന്നോട്ടെ. അപ്പൊ ഇതും തമ്മിൽ യോജിപ്പിക്കുക. അതേപോലെ ഇവിടെ നോക്കിയ ഒരു പോയിന്റ് കൂടി ഇല്ലേ, അതും ഇത് നേരെ വരയ്ക്കുമ്പോൾ ഇതിലേക്ക് വരാം. ഇതിന് ലംബം വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആയിട്ടായിരിക്കും കൂട്ടിമുട്ട അല്ലെ? ഇതിന് പാരലായിട്ട് വരയ്ക്കുക. കണ്ടില്ലേ? ഇതിന് പാരലായിട്ട് ഇവിടെ 3 വരം വന്നു അല്ലെ? അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈനും ഇതേപോലെ തന്നെ ഇതിന്റെ മിഡ് പോയിന്റ് ആണുള്ളത്. ഇതും ഇതിന്റെ ഓപ്പോസിറ്റ് കോർണർ ആയിട്ട് ഇങ്ങനെ ഇതേപോലെ നമ്മൾ യോജിപ്പിക്കാം. അപ്പൊ അത് യോജിപ്പിച്ചു. ഇനി എന്ത് വേണം? ഇവിടെ 2 പോയിന്റുകൾ കൂടി ഉണ്ട് അല്ലേ? അപ്പൊ അത് ഇതുമായിട്ട് യോജിപ്പിക്കാം. അതുപോലെ ഇതുമായിട്ട് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ സൈഡ് ഇല്ലേ, ഈ സൈഡ് ഇതുപോലെ തന്നെ ഇതിന്റെ മിഡ് പോയിന്റ് ഇതിന്റെ ഓപ്പോസിറ്റ് കോർണർ ഇതല്ലേ, ഇതായിട്ട് യോജിപ്പിക്കാം. അപ്പൊ അത് യോജിപ്പിച്ചു. ഇനി എന്ത് വേണം? ഈ പോയിന്റും ഇതും അല്ലെ, അതുപോലെ ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇപ്പൊ നമുക്ക് ഇതേ രൂപത്തിലുള്ള ഫിഗർ കിട്ടി അല്ലെ? കിട്ടി. ഇനി എന്ത് വേണം? നമുക്ക് ആവശ്യമായ ഭാഗങ്ങൾ സ്കെച്ച് ഉപയോഗിച്ച് കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ കൂടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രൂപം തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ആദ്യം എന്ത് വേണം? ഈ ട്രയാങ്കിൾ അല്ലെ, ഈക്വലേറ്റർ ട്രയാങ്കിൾ ഒന്ന് സ്കെച്ച് ഉപയോഗിച്ച് ആദ്യം വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഈക്വലേറ്റർ ട്രയാങ്കിൾ നമ്മൾ സ്കെച്ച് ഉപയോഗിച്ച് വരച്ചു. ഇനി എന്താണ്? ഇതിന്റെ ഉള്ളിൽ ഒരു ഹെക്സഗൺ കാണുന്നുണ്ട് അല്ലെ? ഒരു ഹെക്സഗൺ ആണല്ലോ. അപ്പൊ അത് നമ്മൾ അടുത്ത സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് അതൊന്ന് ഘടിപ്പിക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെയ്തു അല്ലെ? ഇനി നമുക്ക് എന്ത് വേണം? ഇങ്ങനെ ഒരു ഭാഗം അല്ലെ, ഇത് രണ്ടും അതുപോലെ ഇതും. അപ്പൊ ഇത് 3 ഒന്ന് സ്കെച്ച് ഉപയോഗിച്ച് വരയ്ക്കാം. ഓക്കെ, അതും കഴിഞ്ഞല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട്, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇപ്പൊ നമുക്ക് ഇതേ രൂപത്തിലുള്ള ഫിഗർ കിട്ടി. ഇനി എന്ത് വേണം? ഇതിൽ പറഞ്ഞ പോലെ തന്നെ അതേ കളറുകൾ ഒന്ന് കൊടുത്തു നോക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ഇതിൽ എന്താണ് കളർ പറഞ്ഞിട്ടുള്ളത് അതേ രൂപത്തിൽ ഇത് ഓരോ ഭാഗം കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പടം കിട്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചിത്രം ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ചിത്രം അല്ലെ? അപ്പൊ ഇവിടെയും ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, നമ്മുടെ അടിയിൽ എത്ര ഈക്വൽ പാർട്സുകളാക്കണം? 1, 2, 3, 4, 5, 6 അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ 4 ഈക്വൽ പാർട്സുകളാക്കി. അതിന് പകരം ഇവിടെ എത്ര ആക്കണം? 6 ഈക്വൽ പാർട്സുകളാക്കണം. അപ്പൊ നമ്മൾ എന്ത് വേണം? ആദ്യം ഈക്വൽ ട്രയാങ്കിൾ വരയ്ക്കണം അല്ലെ? അപ്പൊ നോക്കിയാൽ നമ്മൾ ഇവിടെ 8 സെന്റിമീറ്റർ ആണ് എടുത്തത്. ഇവിടെ നമുക്ക് 8 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 6 തുല്യ ഭാഗങ്ങളാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 9 സെന്റിമീറ്റർ എടുക്കാം. അപ്പൊ നമുക്ക് 1.5 സെന്റിമീറ്റർ വെച്ച് കൃത്യമായിട്ട് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ 9 സെന്റിമീറ്റർ എടുക്കുന്നു. 9 സെന്റിമീറ്റർ എടുക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് 6 ഈക്വൽ പാർട്സുകളാക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇത് കൃത്യമായിട്ട് അളവെടുത്തു. അതിനുശേഷം ഇവിടെ ഒരു ആർക്ക് വരച്ചു അല്ലെ? വീണ്ടും എന്ത് ചെയ്തു? ഈ പോയിന്റിൽ വെച്ചു നമ്മളൊരു അടുത്ത ആർക്ക് വരച്ചു. ഇനി ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടിയല്ലോ. ഇനി ഞാൻ പറഞ്ഞല്ലോ ചിത്രത്തിൽ എത്ര പാർട്സുകളാക്കണം? നമ്മൾ 6 തുല്യ ഭാഗങ്ങളാക്കണം അല്ലെ? അപ്പൊ 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് 9 സെന്റിമീറ്റർ ആണ് അല്ലെ?
അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, 1.5 സെന്റിമീറ്റർ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6 തുല്യ ഭാഗങ്ങൾ കിട്ടും അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ നോക്കിയാൽ 1.5, വീണ്ടും ഒരു 1.5, പിന്നെ ഒരു 1.5, അടുത്ത 1.5, അടുത്ത 1.5, കണ്ടില്ലേ. അപ്പൊ നമ്മൾ 6 തുല്യ ഭാഗങ്ങളാക്കി. അതേപോലെ ഈ 2 സൈഡും ചെയ്യാം. അപ്പൊ 3 വശങ്ങളിൽ നമ്മൾ എന്താക്കി, 6 തുല്യ ഭാഗങ്ങളാക്കിയല്ലോ. ഇനി നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിന്റെ സെന്റർ അല്ലേ, ഈ പോയിന്റും ഇതിന്റെ ഈ മൂലയും ഓപ്പോസിറ്റ് കോർണറും തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കാം. ഓക്കെ, അപ്പൊ അത് ഞാൻ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്കിവിടെ 2 പോയിന്റുകൾ ഇപ്പുറത്തുണ്ട്, 2 പോയിന്റ് ഇപ്പുറത്തുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ ഇതിന് പാരലായിക്കൊണ്ട് വരയ്ക്കുക. അപ്പൊ ഏത് വരയിലേക്കായിരിക്കും മുട്ട, ഈ വര ഇതിലേക്ക് തൊട്ടടുത്ത പോയിന്റിലേക്കല്ലേ, ഇതിലേക്കായിരിക്കും മുട്ട അല്ലേ. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, അത് വരച്ചു. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇതിലേക്ക്, അപ്പൊ അതിന്റെ ഇടയിൽ ഒരേ പോയിന്റുകൾ എടുക്കുന്നുണ്ടോ, അതവിടെ ഇടുന്നോട്ടെ. അതേപോലെ ഇവിടെയും അല്ലേ. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ, കണ്ടില്ലേ, നമ്മൾ ഇവിടെ ചെയ്ത അതേ കാര്യം തന്നെ, ഇവിടെ എണ്ണത്തിൽ കൂടിയെന്നുള്ളൂ അല്ലേ. അതുപോലെ എന്ത് ചെയ്യാം, ഇനി ഈ സൈഡ് ഇതിന്റെ സെന്റർ പോയിന്റും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ യോജിപ്പിച്ചു. ഇനി എന്ത് വേണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ. നമ്മൾ ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഇതുമായിട്ട് കൂട്ടി ഇതിന് പാരലായിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി എന്ത് വേണം, ഇതേപോലെ ഇവിടെ നിന്നല്ലേ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ആദ്യം കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതേ രൂപത്തിൽ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുക. ഇപ്പൊ നോക്കിയേ, നമുക്ക് ആവശ്യമുള്ള ഫിഗർ ഇത് കിട്ടി. ഇനി നാം എന്ത് വേണം, സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേ രൂപത്തിൽ ഒന്ന് ഇതിന്റെ മുകളിൽ കൂടി ആവശ്യമുള്ള ഭാഗം ഒന്ന് മുകളിൽ കൂടി വരച്ചു കഴിഞ്ഞാൽ ഇതേ ഫിഗർ നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യം എന്ത് വേണം, ആദ്യം നമുക്ക് ട്രയാങ്കിൾ അല്ലെ, ട്രയാങ്കിൾ സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞല്ലേ. ഇനി നോക്കിയാൽ ഇങ്ങനെ ഒരു ഷഡ്ഭുജം ഉണ്ട് അല്ലെ, ഒരു ഹെക്സഗൺ എടുക്കുന്നുണ്ട് അവിടെ. അപ്പൊ അതേപോലെ ഈ ഹെക്സഗണെ നമുക്കൊന്ന് സ്കെച്ച് ഉപയോഗിച്ച് വരയ്ക്കാം. അപ്പൊ അത് വരച്ചല്ലോ. അതേ രൂപത്തിൽ ഇവിടെ ഒരു ഹെക്സഗൺ ഉണ്ട് അല്ലെ, അപ്പൊ അതും ഇതേപോലെ വരയ്ക്കാം. അപ്പൊ അതും വരച്ചല്ലേ. ഇനി ഇവിടെ ഒരു ഹെക്സഗൺ ഉണ്ട് അല്ലെ, അപ്പൊ അതും വരയ്ക്കാം. ഇനി നമുക്ക് എന്ത് വേണം, ഇങ്ങനെ അല്ലെ, ഈ ലൈനുകൾ നമ്മൾക്ക് സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഭാഗം നമുക്ക് സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാം. അപ്പൊ ഇതിന്റെ വരച്ചു, അതേപോലെ ഇത് രണ്ടും വരയ്ക്കാം. ഓക്കെ, അത് വരച്ചല്ലേ. ഇനി എന്ത് വേണം, നമുക്ക് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് അല്ലെ, ഈ 3 കോർണറിൽ നിന്നും ഇതും ഒന്ന് സ്കെച്ച് ഉപയോഗിച്ച് വരയ്ക്കാം. ഇപ്പൊ നമ്മൾ ഇതിലുള്ള പോലെ അതേ ഫിഗർ തന്നെ നമുക്ക് കിട്ടി അല്ലെ. ഇനി എന്ത് വേണം, ഇതിൽ കളർ കൊടുക്കണം. ഇതേ രൂപത്തിൽ നിങ്ങൾ സാവധാനം ശ്രദ്ധിച്ച് കളർ കൊടുത്താൽ നമുക്ക് മനോഹരമായ ഒരു ചിത്രം കിട്ടും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഫിഗർ അല്ലെ. അപ്പൊ ഇവിടെയും എന്താണ്, ഒരു ഈക്വലേറ്റഡ് ട്രയാങ്കിൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഈക്വലേറ്റഡ് ട്രയാങ്കിൾ വരയ്ക്കുക. പിന്നെ എന്ത് വേണം, ഇതിന് എത്ര ഭാഗമാക്കണം ഈ വശത്തിനെ നോക്കിയാൽ 1, 2, 3, 4 കണ്ടില്ലേ. അപ്പൊ 4 തുല്യ ഭാഗങ്ങളാക്കാം. ഓരോ വശങ്ങളെയും 4 തുല്യ ഭാഗങ്ങളാക്കാം. അപ്പൊ നമുക്ക് എത്ര എടുത്ത് വരച്ചാൽ മതി, ഒരു 8 സെന്റിമീറ്റർ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സെന്റിമീറ്റർ വെച്ചിട്ട് തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഞാനതാ നോക്കിയാൽ 8 സെന്റിമീറ്ററിൽ ഇതേ ഫസ്റ്റ് ഒരു സൈഡ് വരച്ചു. 8 സെന്റിമീറ്റർ എടുക്കാൻ കാരണം മനസ്സിലായല്ലോ, കാരണം നമുക്ക് 4 തുല്യ ഭാഗങ്ങളാക്കണം അല്ലെ. അപ്പൊ നമുക്ക് 8 സെന്റിമീറ്റർ മതി. നമുക്ക് എന്ത് വേണം, ഈക്വലേറ്റഡ് ട്രയാങ്കിൾ വരയ്ക്കണം അല്ലെ. അപ്പൊ ഇതേ സൈഡിൽ കറക്റ്റ് അളവെടുത്തു, ആർക്ക് വരച്ചു, ഇവിടെ കുത്തി, അവിടെ നിന്നും ആർക്ക് വരച്ചു. ഓക്കെ, ഇത് തമ്മിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈക്വലേറ്റഡ് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, ഈക്വലേറ്റഡ് ട്രയാങ്കിൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് വേണം, 4 തുല്യ ഭാഗങ്ങളാക്കണം അല്ലെ. അപ്പൊ 3 സൈഡുകളെയും നമ്മൾ 2 സെന്റിമീറ്റർ വെച്ചെടുത്ത് ഇവിടെ ചെയ്ത പോലെ തന്നെ 4 തുല്യ ഭാഗങ്ങൾ ആക്കാം. ഓക്കെ, 4 തുല്യ ഭാഗങ്ങളാക്കി അല്ലെ. ഇനി എന്ത് വേണം, ഇവിടെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. ഈ മിഡ് പോയിന്റിൽ നിന്ന് ഇതിലേക്ക് ആദ്യത്തെ ലൈൻ കൂടി വരയ്ക്കാം. ഓക്കെ, അത് വരച്ചു. ഇനി എന്ത് വേണം, ഈ പോയിന്റിൽ നിന്ന് ഇതിന് പാരലായിട്ട് അല്ലെ, അപ്പൊ ഈ പോയിന്റിലേക്ക് മുട്ടും. അതേപോലെ ഇവിടെ നിന്ന് ഇതിലേക്ക് മുട്ടും അല്ലെ. അപ്പൊ ഓക്കെ, അത് രണ്ടും വരച്ചു. ഇനി നമുക്ക് എന്ത് വേണം, ഇവിടെ നിന്നല്ല, ഇനി ഈ സൈഡ് എടുക്കുക. ഈ സൈഡിലെ മിഡ് പോയിന്റ് ഇതാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് കോർ അതിലേക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ അത് വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ അടുത്ത പോയിന്റിൽ നിന്ന് ഇവിടേക്ക്, ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക്. ഓക്കെ, അത് കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് വേണ്ടേ, ഈ സൈഡിൽ നിന്ന് സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇതിന്റെ ഈ കോർണറിലേക്ക് അല്ലെ, ആദ്യത്തെ ലൈൻ. ഓക്കെ, അത് വരച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇപ്പൊ നമ്മുടെ ആ സ്റ്റെപ്പ് കഴിഞ്ഞു അല്ലെ. ഇനി നോക്കിയേ, ഇനി എന്താ വരുന്നത്, ഇതിന്റെ ഉള്ളിൽ ഒരു ഹെക്സഗൺ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ 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 അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഹെക്സഗൺ നമുക്ക് സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാം. ഹെക്സഗൺ വരച്ചല്ലോ. അതിനു മുമ്പായിട്ട് നമുക്ക് ആദ്യം ട്രയാങ്കിൾ വേണം അല്ലെ. അപ്പൊ ട്രയാങ്കിളും വരച്ചോ. അപ്പൊ നമ്മൾ ട്രയാങ്കിളും വരച്ചു അല്ലെ. ഇനി ശ്രദ്ധിക്കുക,
ഇനി നമ്മൾ സ്കെച്ച് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഈ പോയിന്റ് ഈ 3 പോയിന്റുകൾ നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ അത് നമുക്ക് സ്കെച്ച് ഉപയോഗിച്ച് വരയ്ക്കാം അല്ലേ? വേറെ അതിൻ്റെ ഇടയിൽ മായ്ക്കേണ്ടൊന്നും വരില്ല. അപ്പോൾ നമുക്ക് സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാം. ഇനി നോക്കിയാൽ വൈറ്റ് കളറിൽ വേറെ ട്രയാങ്കിൾ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ, ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് വരയ്ക്കരുത്, നമ്മൾ സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ സൈഡ് കണ്ട ഇവിടെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇടണം. അപ്പോൾ ഈ തലകൾ മുട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വരയ്ക്കുമ്പോൾ നോക്കിയാൽ ഇവിടെ നിന്ന് ഇവിടം വരെ മുട്ടിച്ചു, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുട്ടിക്കുക. ഇതും അതിൻ്റെ നടുവിൽ കണ്ട, അതിൻ്റെ നടുവിൽ നമ്മൾ യോജിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ പോയിന്റും അല്ലേ? അപ്പോൾ അത് യോജിപ്പിച്ച് ഇവിടെ നിർത്തി, അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മുട്ടിച്ചു. അതേപോലെ എന്ത് വേണം, ഈ 2 പോയിന്റുകളും ഇവിടെ മുതൽ ഇവിടം വരെ വരച്ചു, അത് കഴിഞ്ഞ ശേഷം ഇവിടെ മുതൽ ഇവിടം വരെ വരച്ചു. കണ്ടില്ല, ക്രോസ് ചെയ്ത് വരയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് എന്ത് വേണം, ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് അല്ലേ, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇനി നമുക്ക് ട്രയാങ്കിൾ അല്ലേ, ഈ ലൈൻ നമുക്ക് ട്രയാങ്കിൾ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതും കൂടി ഒന്ന് സ്കെച്ച് ഉപയോഗിച്ച് വരച്ചു കൊടുക്കുക. ഇപ്പം നമുക്ക് ഇതേ രൂപത്തിലുള്ള ഫിഗർ കിട്ടി. ഇനി എന്ത് വേണം, ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ കളർ കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അത് നിങ്ങൾ വൃത്തിയായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. പിന്നെ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ 7ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളും, അതായത് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചാപ്റ്ററും നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.